എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് മഹിമ ആകെപ്പാടെ ടെൻഷൻ അടിച്ചെങ്കിൽ നിൽക്കുന്ന സമയത്ത് മധുസൂദനൻ വന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി മഹിമേ, നീ എന്താ ഇവിടെ വന്ന് മാറി നിൽക്കണം നീക്കാം? അതെ, ഒന്ന് രണ്ടു പേര് വരാനുണ്ട്, അവരെ കാത്തിരിക്കുവാന്ന് പറയണ. എല്ലാരും വന്നല്ലോ, ഇനി ആരാന്ന് ചോദിക്കാണ്. അത് പിന്നെ മധുവേട്ട, ആ സച്ചിക്കിട്ട് പണി കൊടുക്കാനായിട്ട് ഞാൻ ഒന്ന് രണ്ടു പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അല്ല മധുവേട്ടൻ അറിയാമല്ലേ എന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരുത്തനെ. പിന്നീട് മസൂദനോട് കാര്യങ്ങളൊക്കെ വിസ്തീരിക്കണോ, മനസ്സിലായി അവനാണോ? അവനാണെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയ തന്നെ. അല്ല അവരൊരു മുഴു കുടിയനല്ലേന്ന് ചോദിക്കുക. അതെയോന്നാ, അവൻ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവന് കണ്ണുപോലും കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം. ശരി ശരി, നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെ പറയണം. ആ സമയം സച്ചി രേവതി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവര് ഹാളിലിരിക്കുക. അപ്പൊ രേവതി സച്ചിയോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. സച്ചി ആംഗ്യഭാഷയുടെ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത്. രേവതിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു, കാരണം സച്ചി ഒന്നും മിണ്ടാത്തോണ്ട്. അവസാനം പറഞ്ഞു, ഓ സച്ചിയുടെ മിണ്ടായിരിക്കുന്നതിനാ നല്ലത്. അങ്ങനെയാണ് പിന്നെ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ്. കുറച്ച് കഴിയുമ്പോ സച്ചിനെ അറിയാം, സച്ചിയുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുവാണ്. സച്ചിയെ കണ്ടെന്ന് പറഞ്ഞു, എത്ര കാലം വേണം നമ്മൾ കണ്ടിട്ട്, കുറെ നാളായല്ലോ, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നില്ലേ? ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് കാണാനെങ്കിലും പറ്റിയില്ലോ എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോ സച്ചി ചിരിച്ചു. ആ സമയം അവനോടത്ത് ഇതെന്ത് പറ്റി, നീ എന്താണോ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് കാണിക്കുകയാണ്. പിന്നീട് അവനങ്ങോട്ട് പോയപ്പോ രേവതി ചോദിച്ചു, ഓഹോ അപ്പൊ ആരോടും മിണ്ടില്ലെന്ന് മിണ്ടാവൃതം എടുത്തേക്കോണെന്ന് ചോദിക്കേ. സച്ചി ഒന്നുമില്ലെന്ന് കാണിക്കുക. അങ്ങനെയാണ് ഞാൻ നോക്കട്ടെ, മിണ്ടിക്കുക പറ്റുമോ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയുടെ കാലെ പതുക്കെ നുള്ളുവാണ്. കുറച്ചുകൂടെ കടുപ്പത്തിൽ നുള്ളി കഴിഞ്ഞപ്പോ സച്ചിക്ക് നല്ല വേദന എടുത്ത ആ ഊന്നൊക്കെ വെക്കുവാണ്. പെട്ടെന്ന് ഫ്രണ്ടിലിരുന്ന് ഒരു ചേച്ചി തിരിഞ്ഞു നോക്കി. സച്ചി ഒന്നുമില്ലെന്ന് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുകയാണ്. ഇത് കണ്ടതും രേവതിക്ക് ചിരി വന്നു. രേവതി പറഞ്ഞു, ഓഹോ അപ്പൊ ഇത് കഠിന വ്രതം തന്നെയാന്ന് തോന്നല്ലോ. നമുക്ക് നോക്കാം, വൈകുന്നേരം വരെ സച്ചിയുടെ മിണ്ടാതിരിക്കോ എന്ന് നമുക്ക് നോക്കാന്നൊക്കെ പറയാണ്. ആ സമയം വർഷയും ഫ്രണ്ട്സും കൂടെ മുറിയിലിരിക്കുകയാണ്. അപ്പം വർഷ കുറെ ആഭരണമൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ് പറഞ്ഞു, അതെ നിന്റെ അമ്മ വന്നു കണ്ടാ ചോദിക്കും, തന്നത് മൊത്തം ഇതിലായിട്ട് ഇട്ടിട്ടില്ല, ഇതൊക്കെ മതിയെന്നേ, എനിക്ക് ഇത് തന്നെ ധാരാളം, ഇത് വലിച്ചു വാരി ഇങ്ങനെ നിൽക്കണ്ടേന്ന് ചോദിക്കും. പിന്നെ ആന്റി വന്നു കഴിയുമ്പോൾ ഞങ്ങളോടാ ചോദിക്കുന്നത് എന്താ മൊത്തം അടിയിക്കാത്തതെന്ന്. കാരണം എന്താണെന്നറിയോ, ഇന്ന് വേറൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ടല്ലോ നിന്റെ ചേട്ടന്റെ ഭാര്യയുടെ. അപ്പൊ അവര് നീയും കൂടെ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നീ ആയിരിക്കണം ഒന്നുകൂടെ മുൻതൂക്കം കൂടുതൽ നിനക്കായിരിക്കണം. അപ്പൊ നിന്നെ ആയിരിക്കണം എല്ലാരും നോക്കണ്ടേ. അതുകൊണ്ടാണ് ദേ ആന്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. നല്ല സുന്ദരിയായിട്ട് നിന്നെ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞേക്കെന്ന് പറയും. ഇത് കേട്ടതും വർഷം പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിത് താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയാലോ, ഇതൊക്കെ വലിച്ചു വരി എത്ര സമയം അവിടെ ഇരുന്നാലാന്ന് ചോദിക്കുകയാണ്. പിന്നീട് പ്രത്യേകിച്ചു, അല്ല നീ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചല്ലേ, അങ്ങനെയാണ് മിക്കവാറും 8 മാസം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വിവരം അറിയാന്ന് ചോദിക്കും. എന്ത്, അല്ല അടുത്ത ഒരാളും കൂടെ ഒന്ന് പോടുന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ അവരോട് ഇങ്ങനെ വെറുതെ തമാശ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, 8 മാസത്തിൽ എന്താന്ന് ചോദിക്കുകയാണ്. അപ്പൊ വർഷ പറഞ്ഞു, ഡെലിവറിയുടെ കാര്യം പറഞ്ഞു തന്നെ. ഡെലിവറിയോ? അത് കൊള്ളാലോ എന്നൊക്കെ പറയണം. ആ സമയം വർഷ പറഞ്ഞു, ഞങ്ങളിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ഇത് ഉണ്ടല്ലോ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഞാൻ കരുതി നീ തന്നെ ഉണ്ടായിരിക്കുന്നു കരുതി വന്നേന്ന് പറയണം. അപ്പോഴേക്ക് ഫ്രണ്ട്സ് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാന്ന് പറയാ. അത് കുഴപ്പമില്ല, നിങ്ങൾ പോകുന്നും വേണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നോളാൻ പറയണേ. അതൊന്നും കുഴപ്പമില്ല, സ്വർഗത്തിലെ കട്ടറും പോകാൻ ഞങ്ങളില്ല. അതെ ഇവൾക്ക് വിശക്കുന്നുണ്ടെന്ന് കുറെ സമയമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം, നിങ്ങൾ ഇത്തേരെ സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് പതുക്കെ അങ്ങോട്ട് മാറുവാണ്. ആ സമയം ശ്രീകാന്ത് വർഷയുടെ മുന്നിലേക്ക് വന്നു. വർഷയുടെ കണ്ണിലേക്കൊക്കെ നോക്കി, എന്നിട്ട് പറഞ്ഞു, കൊള്ളാം സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയണം, ഈ ആഭരണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം. ഓഹോ അപ്പൊ ആഭരണം ഇട്ടുകൊണ്ട് മാത്രം എന്നെ കാണാൻ ഭംഗി, ഇല്ലെങ്കിൽ ഭംഗിയില്ലല്ലേ എന്ന് ചോദിക്കണം. അല്ല അതല്ല പറഞ്ഞേ, ഒരു പ്രത്യേക ലുക്ക് ഉണ്ടെന്ന് പറയാ എന്ന് പറയണം. സാരിയൊക്കെ ഉടുത്ത് നല്ല കല്യാണ പെണ്ണായിട്ട് നല്ല ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യമൊക്കെ ഉണ്ട്, ശ്രീകാന്ത് അത് കാണാത്തോണ്ടല്ലേ എന്ന് ചോദിക്കും. പിന്നെ ആണോ എന്ന് എനിക്കൂടെ ഒക്കെ തോന്നണ്ടേന്ന് ശ്രീകാന്ത് ചോദിക്കാം. അല്ല ഈ കവളത്ത് എന്തോ ഇരിക്കുന്നുണ്ടല്ലോ, എന്താ ഇതേ ഇവിടെ എന്തോ ഇരിക്കുന്ന പോലെ, എന്താന്ന് ഞാൻ നോക്കിയിട്ട് അറിയത്തില്ല, ഒന്ന് നോക്ക്, കണ്ണാടി പോയി നോക്കാൻ പറയണം. അങ്ങനെ വർഷം അവിടെ നിന്ന് എഴുന്നേറ്റു കണ്ണാടി മുന്നിലേക്ക് പോയി എന്നിട്ട് ചോദിച്ചു, എവിടെയാന്ന് ചോദിക്കണം. ഇത് ഇവിടെയെന്ന് പറഞ്ഞിട്ട് വർഷയുടെ കവളും കൂടി പിടിച്ച് തിരിച്ചിട്ട് ശ്രീകാന്തിന് ഉമ്മ കൊടുക്കുകയാണ്. വർഷം ഇതേ ശ്രീകാന്തെ അറിയാലോ, ഇത് നമ്മുടെ താലി കോർക്കൽ ചടങ്ങാ, അല്ലാതെ ആദ്യരാത്രി ഇടന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, അതിനിപ്പോ എന്താ, നമ്മള് മാത്രമല്ലേ ഉള്ളൂ, എന്റെ ഭാര്യ നീ, നിന്നെ ഒരു ഉമ്മ കൊടുത്തെന്നോർത്തോണ്ട് ആരെങ്കിലും കേസ് കൊടുക്കുവാണെ കൊണ്ട കൊടുത്തോട്ടെ എന്ന് പറയാം. ആള് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ, എന്താന്ന് ചോദിക്കാണ്. ഒന്നുമില്ല, എന്റെ ഭാര്യയോട് എനിക്ക് എപ്പം വേണേലും റൊമാൻറ്റിക് ആവാലോ എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കണ സമയത്ത് പുറത്ത് മഹിമയുടെ ശബ്ദം കേട്ടു. മഹിമ വിളിക്കുവാണ് വർഷനെ. അമ്മയെന്ന് പറയണം. ആകെപ്പൊരു ചമ്മലായിപ്പോയി ശ്രീകാന്തിന്. അമ്മ എന്നെ ഇവിടെ കണ്ട പ്രശ്നമാവെന്ന് പറയണം. നിന്നെ ഒരുക്കാൻ വേണ്ടി വിട്ട് ആ മുറി കയറി ഞാൻ കഥ കളിച്ചിരുന്നു പറഞ്ഞാൽ
അവരെന്ത് വിചാരിക്കും? അതൊന്നും കുഴപ്പമില്ല. ഇതിലെ വല്ല വാതിലും ഉണ്ടോ ഇറങ്ങിപ്പോവാനായിട്ട്? അതിലെ വാതിലൊന്നുമില്ല, അതിലെ ഇറങ്ങിപ്പോവാൻ പറ്റില്ലെന്ന് പറയണം. ഷോ ഇനി എന്ത് ചെയ്യും? ഷോ എന്റെ ശ്രീകാന്ത, നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അവിടെ നിൽക്കാൻ പറയണം. വേണ്ട വേണ്ട, എനിക്ക് ആ പാടെ ചമ്മലാന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കഥവും തള്ളി തുറന്നിട്ട് അവരങ്ങോട്ട് കടന്ന് മഹിമ അങ്ങോട്ട് കടന്നു വരുവാണ്. പെട്ടെന്ന് ശ്രീകാന്ത് എന്ത് ചെയ്യാണ്? ശ്രീകാന്ത് ഇറങ്ങി പോകാൻ തുടങ്ങുവാണ്. അല്ല, മോൻ ഇവിടെ ഉണ്ടായിരുന്നു ചോദിക്കും. അല്ല, അത് പിന്നെ ഞാൻ സോപ്പല്ല ചീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചീപ്പ് കൊടുത്തോണ്ട് ഓടി പോവാണ്. അപ്പത്തേനും വർഷ ചിരിച്ചു. ഈ സമയത്ത് മഹിമ പറഞ്ഞു, ശ്രീകാന്ത് ഉണ്ടെന്ന് അറിയാതെ ഞാനിങ്ങോട് വരില്ലായിരുന്നു പറയണേ. അതൊന്നും കുഴപ്പമില്ലമ്മേ. ഇതെന്താ അമ്മേ? അമ്മ വീണ്ടും ജ്വല്ലറി ആയിട്ട് വന്നു. എന്റെ അമ്മ ഇവിടെ ഇരിക്കുന്ന പോലും ഞാൻ മൊത്തം ഇട്ടിട്ടില്ല. അതെന്താ പക്ഷെ നീ അങ്ങനെ ചെയ്തേ? മര്യാദയ്ക്ക് ഇത് അണിഞ്ഞോണെന്ന് പറയാം. അമ്മേ, ഇത് ഭയങ്കര ഭാരവാ, ഇതല്ലേ അണിഞ്ഞോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഓഹോ, നിനക്കിപ്പോ ഇത് അണിയാൻ ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കുക. അല്ലമ്മേ, എന്തിനാ ഇത്ര ഇടുന്നേ? മര്യാദയ്ക്ക് നീ ഇടുന്നുണ്ടോന്ന് ചോദിക്കുക. ഇനി ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഈ ഫംഗ്ഷന് സമയത്ത് നല്ല രീതിയിൽ വേണം നീ അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് വരാനായിട്ട്. അറിയാലോ, ഇനിയിപ്പം നിന്നെ വേണം ആൾക്കാർ ശ്രദ്ധിക്കാൻ. വേറൊരുത്തിയും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഇത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയാം. എന്റെ അമ്മ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ശരി എന്നൊക്കെ പറയണം. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മഹിമ അങ്ങോട്ടേക്ക് പോയി. പിന്നെ വർഷയ്ക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് മതി അമ്മ, ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഇഷ്ടമില്ലാതെ അങ്ങോട്ട് മഹിമ പോയി കഴിഞ്ഞപ്പോൾ കുറെ ആഭരണം കൂടെ വീണ്ടും എടുത്ത് ധരിക്കുകയാണ്. ആ സമയം വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ് ശ്രുതിയുടെ അടുത്തേക്ക് മീര വന്നു. മീര വന്നിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു വർഷയെ കാണാനായിട്ട്. വർഷ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ നിനക്ക് ഈ സാരി നന്നായിട്ട് ചേരു കിട്ടുമോ എന്ന് പറയണം. എടി, എനിക്ക് സാരിയല്ല എനിക്കിപ്പോൾ പ്രധാനം, അതിനേക്കാളും വലിയ ടെൻഷനാണ് ഞാൻ ഇരിക്കുകയെന്ന് പറയണം. എന്ത് എടി, പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഉടലെടുത്തില്ലെങ്കിൽ ആകെപ്പാടെ കൊളാവൂലേ? എന്റെ അച്ഛൻ എന്തെയും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്റെ അമ്മായിമ്മ ഇങ്ങോട്ടേക്ക് വരും. അവരോട് ഞാൻ എന്തും മറുപടി പറയുന്ന ചോദിക്കാം. അതൊരു കാര്യം തന്നെയാ. അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താടി മീരെന്ന് ചോദിക്കാം. അവിടെ വർഷ സർവാഭരണ വിഭൂഷിതയായിട്ട് ഇരിക്കുന്നത്. കൈയും കാലും കഴുത്ത് നിറച്ചു ആഭരണങ്ങളാ, കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയിലിരിക്കണേന്ന് പറയണേ. ദൈവമേ, പെട്ടല്ലോ. നീ ഇത്രമാത്രമല്ലേ ആഭരണം ധരിച്ചിട്ടുള്ളൂ. നിന്റെ അമ്മായിമ്മ വരുമ്പോ നിനക്ക് കോളാ. പിന്നെ നിന്റെ അച്ഛനെന്നിട്ട് മലേഷ്യയിൽ നിന്ന് ചാക്കിക്കെട്ടി ഇറക്കുമെന്ന് ഓർത്തോണ്ടാ നിന്റെ അമ്മായിമ്മ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ വരെ നിനക്കൊരു കുഴപ്പമില്ലാത്ത. എങ്ങാനും നിന്റെ അച്ഛനും വരത്തില്ല, സ്വർണ്ണം എത്തല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മായിമ്മ ഇവിടെ പൊടി പൂരമാക്കുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഭയങ്കര ടെൻഷനായി പോയി ശ്രുതിക്ക്. അതമ്മേ ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് പറയാം. അല്ല, നീ ഒരാളെ ഏർപ്പാടാക്കാന്ന് പറഞ്ഞില്ലേ ഈ ചടങ്ങ് കുളവാക്കാൻ വേണ്ടിയിട്ട്? അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ചടങ്ങിന്റെ സമയത്ത് എൻ്റെ അച്ഛനെ കുറിച്ച് ആരും ചോദിക്കരുത്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കണം. അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ല. അവരെ ഒന്ന് വിളിക്കാൻ പറയണം. അയാളൊക്കെ കൃത്യസമയത്ത് എത്തിക്കോളൂ എന്ന് പറയാം. പിന്നെ നിന്റെ സമാധാനത്തിന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മീര ഒരാളെ വിളിക്കുകയാണ്. അപ്പൊ അയാളെയാണ് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടിരുന്നത്. കാരണം അയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മദ്യപാനിയാണ്. അപ്പൊ അയാളെ വിളിക്കുവാണെങ്കിൽ സച്ചിക്കും കൂടെ മദ്യം കൊടുക്കുകയാണെങ്കിൽ സച്ചി മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി ആള് മാറിപ്പോന്നുള്ള കാര്യം ശ്രുതിക്കൊക്കെ അറിയാം. അപ്പൊ ആ ഒരു കാര്യം വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം. ആ ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് നൈസായിട്ട് താലിയോർക്കൽ ചടങ്ങ് അങ്ങ് നടത്തണം. അപ്പോഴേക്കും ആരും അച്ഛന്റെ കാര്യമൊന്നും ചോദിക്കത്തില്ല. ആ ഒരു ഇതായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് മീര അയാളെ വിളിക്കുകയാണ്. എന്നിട്ട് ചേട്ടൻ എവിടെയാന്ന് ചോദിക്കുകയാണ്. ദേ വന്നുകൊണ്ടിരിക്കുക, കുറച്ച് സമയം കൂടെ ഉണ്ടെന്ന് പറയാം. ഇതെന്തായിട്ട് ഇത്ര ലേറ്റ് ആയത്? എന്റെ പൊന്നു വെച്ചേ, മദ്യം വാങ്ങിക്കാണ്ട് ക്യൂ നിൽക്കണ്ടേ? ക്യൂ നിന്നിട്ട് കാര്യമുണ്ടോ? അല്ല, ഞാനാ വരുന്ന കഴിയുമ്പത്തിന് ഒരുത്തനെ മദ്യം കുടിപ്പിക്കണ്ടേ? അവൻ ഏത് ബ്രാൻഡാ കുടിക്കുന്നത് അറിയത്തില്ലോ. അപ്പൊ ഉള്ളതെല്ലാം മേടിച്ചു, എല്ലാത്തിൽ കൂടെ ഓരോന്നോരോന്ന് മേടിച്ചു. എങ്കിലല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കൈ തന്ന പൈസയൊക്കെ തീർന്നു. എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ മീര പറഞ്ഞു, ചേട്ടനൊന്ന് പെട്ടെന്ന് വരാൻ പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറയണം. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, അയാൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ദേ പ്രശ്നമാവില്ലോ അല്ലേ? ഇന്നാളെ നീ ഇളയച്ചനെ കൊണ്ടുവന്ന പോലെ ആവരുത്. ഇത് അങ്ങനെയൊന്നും അല്ലെന്നേ, ഡീസിന്റെ കേസാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കേസൊക്കെയാന്ന് പറയണം. എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം. അങ്ങനെ അവരോട് സംസാരിക്കുവാണ്. ഈ സമയത്ത് രേവതി സച്ചി കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ അടുത്തേക്ക് വീണ്ടും ഒരു ഫ്രണ്ട് വരുവാണ്. അങ്ങനെ ഫ്രണ്ട് വന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സച്ചി ആംഗ്യം ഭാഷ കാണിക്കണം. അല്ല, ഇതെന്താ സച്ചി, നീ എന്നാ മിണ്ടാത്തേന്ന് ചോദിക്കണം. അതെ, സച്ചിയാണ് ഇന്ന് മിണ്ടാവൃതമാന്ന് പറയണം. ആഴ്ചയിലോ ഒന്നിങ്ങനെ എടുക്കുന്നതാന്ന് പറയണം. ആണോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒത്തിരി നേർച്ചയാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. രേവതി ഇത് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. രേവതി പറഞ്ഞു, എന്താണെങ്കിലും ഇത് നല്ല കാര്യമാണ് സച്ചേട്ടാ, ഇങ്ങനെ ആഴ്ചയിൽ ഒന്നെങ്കിലും ഇങ്ങനെ എടുക്കണം. അത് മനസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും നല്ലൊരു കാര്യമെന്ന് പറയണം. പ്രത്യേകിച്ച് സച്ചേന്റെ കാര്യത്തിൽ
ഇത് കേട്ടപ്പോ സച്ചി വാതുറന്നു. അതേടി ഞാൻ മിണ്ടായിരിക്കും നിനക്ക് ഭയങ്കര സന്തോഷമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ആഹാ മിണ്ടാൻ തുടങ്ങിയല്ലോ, വാ പൂട്ടിയിരിക്കുന്നതാ നല്ലത്. കാരണം എനിക്ക് ടെൻഷൻ ഇല്ലാതെ എനിക്ക് ഇവിടെ ഇരിക്കാലോ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ ആവുമെന്ന് പറയണം. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്താണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു കയ്യിൽ തുളസിമാലയൊക്കെ ഉണ്ട്. അപ്പത്തേനും മഹിമയുടെ കൂട്ടുകാർ ചോദിച്ചു, ഇതെന്താ നീ തുളസിമാലയൊക്കെ ആയിട്ട് പോന്നെ? അതെ, ഞങ്ങളുടെ ആചാരം അനുസരിച്ച് തുളസിമാല ഇട്ടാണ് താലിയോർക്ക ചടങ്ങിന് പെണ്ണിറങ്ങട്ടെ എന്ന് പറയണം. ആണോ, അങ്ങനെയാണല്ലേ. അങ്ങനെ മാലയായിട്ട് പോയപ്പോഴത്തേനും സച്ചി ഇങ്ങനെ ആലോചിച്ചു, തുളസിമാലയോ, നമ്മുടെ ഇതിന് നൂല് പിന്നെ താലിയോർക്ക ചടങ്ങിന് തുളസിമാല ആയിരുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രമതിയുടെ കൈ മാലയുണ്ട്, പക്ഷെ ആ മാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സാധാരണ പൂമാലയാണ്. അപ്പൊ ഇതെന്താ, ഇതാർക്കിടാനുള്ള? അപ്പൊ ബാമ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ചന്ദ്ര പൂമാലയായിട്ട്? ഇതേ മോൾക്ക് ഇടാനായിട്ടുള്ളതെന്ന് പറയണം, വർഷയ്ക്ക് ഇടാനായിട്ടുള്ള. വർഷയ്ക്ക് ഇടാനായിട്ടാ? അതെ, വരാൻ പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ സച്ചി ആലോചിച്ചു, ആ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ഇന്ന് മിക്ക ഒരു വലിയ പ്രശ്നം തന്നെ നടക്കും. ഇങ്ങനെ സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണം. പെട്ടെന്ന് രേവതി ചോദിച്ചു, ഇതെന്താ സച്ചിയേട്ടാ, അന്തരീക്ഷത്തിൽ എന്താ എഴുതി കളിക്കുവാണെന്ന് ചോദിക്കും. എന്ത്? അല്ല ഭയങ്കര ആലോചന എടുത്തൊക്കെ. അരേ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ പോവാന്ന് പറയണ. ഭൂകമ്പം എന്ന് കേട്ടതും ഫ്രണ്ടിലേക്കും ചേച്ചി ചാടി എഴുന്നേറ്റ്, ഭൂകമ്പം എന്ന് ചോദിച്ചോണ്ട്. ഇത് കേട്ടതും രേവതി, അയ്യോ ചേച്ചി ഭൂകമ്പം അല്ല, പൂമാലയുടെ കാര്യം പറഞ്ഞാന്ന് പറയണം. ഓ ഞാൻ അങ്ങോട്ട് പേടിച്ചു പോയി, ഭൂകമ്പം എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ എനിക്ക് പേടിയാന്ന് പറയണം. ഇത് കേട്ടതും രേവതി സച്ചിയോട് പറഞ്ഞു, അതെ ദൈവത്തെ ഓർത്ത് വാ തുറക്കാതിരിക്കാൻ നല്ലത്. ഇതുണ്ട് ഇപ്പൊ വാ തുറന്നപ്പോ ഇത്രയും പ്രശ്നം, ഇനിയിപ്പൊ എന്തേലും പറഞ്ഞാലോ? അല്ല എന്താ സച്ചേട്ടാ, സച്ചേട്ടാ എന്താ ഉദ്ദേശിച്ച? ഭൂകമ്പം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ ഉണ്ടല്ലോ എടി, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, മാലപ്രശ്നം വരാൻ പോവാന്ന് പറയണ. മാലപ്രശ്നോ? എടി രണ്ടുപേരും മാല കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ അമ്മയും പിന്നെ വർഷയുടെ അമ്മയും മാല കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടുപേരും രണ്ടു തരത്തിലുള്ള മാലയെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും അത് വർഷയ്ക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല ഇപ്പൊ ആര് കൊണ്ടുവന്ന് മാല വർഷം ഇടും? അപ്പം രേവതി ഇങ്ങനെ ആലോചിച്ചു, അതിപ്പോ ആരെങ്കിലും കൊണ്ടുവന്ന് മാല ഇടുമായിരിക്കും. ചിലപ്പോൾ വർഷയുടെ അമ്മ കൊണ്ടുവന്ന് മാലയായിരിക്കും ഇടുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. എന്താ സച്ചേട്ടാ, എന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോവാന്ന് പറയണേ. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? നീ കണ്ടോ, ഇപ്പൊ നീ കാണാൻ പോകുന്നുള്ളൂ. കാണാൻ പോകുന്ന പോലെ എന്താണെങ്കിലും ഇനി ഇപ്പൊ പറഞ്ഞറിയിക്കേണ്ട പ്രശ്നമില്ലല്ലോ എന്ന് പറയണം. പിന്നീട് വർഷ ഇരിക്കുന്ന സമയത്ത് വർഷയുടെ അടുത്തേക്ക് മഹിമ എന്നിട്ടോ, നീ മോളെ ഇതേ ഈ മാലയൊക്കെ ഇട ഒരും കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക. കഴിഞ്ഞെന്ന് പറയണം. അതെ നീ എന്താ ഇച്ചിരൂടെ ഒന്നും മേക്കപ്പ് ആയിട്ട് സെറ്റാൻ മേലാന്ന് ചോദിക്കും. ഇതൊക്കെ മതിയമ്മേ, ആദ്യം നടക്കാൻ പോകുന്നേ എന്തേ ശ്രുതിയുടെ അല്ലേ, പിന്നെ ഞാൻ എന്തിനാന്ന് ചോദിക്കും. അതെ ശ്രുതിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്ന എന്നും പറഞ്ഞോണ്ട് നീ എവിടെ ശ്രുതി ഒരുങ്ങുന്ന നോക്കിയിരിക്കുവാണോ? മര്യാദയ്ക്ക് ഇതൊക്കെ ഇട്ടോണം അങ്ങോട്ടേക്ക് വരാൻ നോക്ക്, അവിടെ വന്ന് ഇരിക്കാൻ നോക്കാൻ പറയണം. ഇത് കേട്ടതും വർഷ പറഞ്ഞു ശരിയെന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് ചന്ദ്രമതിയിൽ എൻട്രി. മോളെ വർഷ ഇതേ ഈ പൂമാല അങ്ങോട്ട് കഴുത്തിലിടാൻ പറയണം. ഇത് കേട്ട് ഇനിപ്പത്തിനും വർഷം അന്താളിപ്പോടെ നോക്കുവാണ്. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. രണ്ട് മാലയുണ്ട്, ഒരാളും ഉണ്ട്, രണ്ടുപേരും കൂടി അവസാനം വർഷക്കിട്ട് പണി കൊടുക്കുവാണ്. ഇനിയിപ്പോ വർഷ എന്ത് ചെയ്യുമെന്ന് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അതിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാവേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.